ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പുളിശ്ശേരിയാണ്. പുളിശ്ശേരി ഉണ്ടാക്കുന്നതിന് വേണ്ടി നമ്മൾ കുമ്പളങ്ങ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിലേക്ക് 4 പച്ചമുളക്, ഇതിൻ്റെ ആവശ്യാനുസരണം 1 സ്പൂൺ ഉപ്പ്, മഞ്ഞൾപ്പൊടി, ഈ 1 ഗ്ലാസ്സിന് 1 ഗ്ലാസ് വെള്ളം. നമുക്കത് അടച്ചു വെച്ച് വേവിക്കാം. വേവുമ്പോഴത്തേക്കിന് നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അരപ്പ് തയ്യാറാക്കുന്നതിന് വേണ്ടി തേങ്ങ, ചെറിയ ജീരകം, ചുമന്നുള്ളി, 4 വെളുത്തുള്ളി നമുക്ക് നല്ലപോലെ കുഴമ്പ് പരുവത്തിൽ അരച്ചെടുക്കാം. കുമ്പളങ്ങ വെന്തൊന്ന് തുറന്നു നോക്കാം. കുമ്പളങ്ങ വെന്ത് സെറ്റായിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് അരപ്പ് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളിയും ജീരകവും ചുമന്നുള്ളിയും കൂടെ അരച്ച് വെച്ചേക്കുന്ന അരപ്പ്. നമുക്ക് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. അരപ്പൊന്ന് ചൂടാവട്ടെ. ഉലുവപ്പൊടി ഇട്ട് കൊടുക്കാം. അരപ്പ് ചൂടായിട്ടുണ്ട്. മോര് ഒഴിച്ചു കൊടുക്കാം. മോര് ഒഴിച്ചിട്ടുണ്ട്. ചൂടാവട്ടെ. ഉപ്പും കൂടെ ഉണ്ടോ നമുക്ക് നോക്കാം. ഉപ്പ് കുറവാ, ശകലം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് നമുക്കേ കടുവും കൂടെ വറക്കാം. ചട്ടി ചൂടായി എണ്ണ ഒഴിച്ചേ അതിലോട്ട് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ചുവന്നുള്ളി, വറ്റൽമുളക്, കറിവേപ്പില. തീ കുറച്ചിട്ട് മുളക് പൊടി. ഒരു ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കടുക് വറുത്തത് ഒഴിച്ചു കൊടുക്കാം. ഇളക്കി യോജിപ്പിക്കാം. അങ്ങനെ സ്വാദിഷ്ടമായ നമ്മുടെ കുമ്പളങ്ങ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. ഈ റെസിപ്പി എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കണം. പുതിയൊരു വീഡിയോയിലൂടെ ഞങ്ങൾ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.